അതായത് ഇപ്രാവശ്യം LDF-ന്റെ ടാഗ് ലൈൻ എന്താണ്? ഈ പ്രാവശ്യം LDF-ന്റെ പ്രചാരണാർത്ഥം അവർ ജനങ്ങളോട് ചോദിക്കണത്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എല്ലാം ശരിയാക്കി തരാമെന്നാണ്. ഒട്ടുമിക്ക ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയില്ല ശരിയാക്കാനായിട്ട്. ഇനി തെരഞ്ഞു പിടിച്ചാൽ ഇനി ആരുള്ളതെന്ന് വെച്ചാൽ മന്ത്രിമാരും MLA മാരും മാത്രമായിരിക്കും. ബാക്കിയൊക്കെ തന്നെ അവർ മറുചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ പൊരിഞ്ഞുണ്ട്. ഇനി എടുത്തുകൊണ്ടേ കുഴിച്ചിടാൻ വേണ്ടെന്നുള്ള രീതിയിലും ഇതേപോലെ ഇവർ പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന ഒരു ചോദ്യം ആരും അങ്ങനെ സമൂഹം ആദ്യം ചോദിക്കുന്നില്ല. വികസനം അതെന്താണ്? നമ്മളിനി വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന ഓരോ രാഷ്ട്രീയ നേതാക്കളോടും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെ, എന്താണ് വികസനം? അവനറിയാത്ത വികസനം അവൻ നമ്മളോട് പറയാണ്. എന്താ വികസനം? നമ്മൾ തിരിച്ച് ചോദിച്ചു നോക്കിയേ, ആ വികസനത്തിന് അവനർത്ഥമില്ല. വികസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വികസിക്കുക എന്നല്ല. അല്ലല്ല, റോഡ് വികസിക്കേണ്ടത് ഇവിടുത്തെ മോട്ടോർ വാഹന കമ്പനികളുടെ ആവശ്യമാണ്. ഒരു റോഡ് നാശമായി കിടക്കുന്ന റോഡിലൂടെ പുതിയ വാഹനം ആരും മേടിച്ച് ഓടിക്കില്ല. ഓരോ റോഡ് പണിയാനും ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പൊതുജനങ്ങളല്ല. ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന കാർ കമ്പനികളാണ്. ഇവിടെ റോഡിൻ്റെ വികസനം കൂട്ടേണ്ടത് അവരുടെ ആവശ്യമാണ്. പാത നന്നാവും തോറും നല്ല വിലപിടിപ്പുള്ള വാഹനങ്ങൾ വിൽക്കാം. അപ്പോൾ നമ്മുടെ പേരിലാണ് ഇവർ പറയുക, നിങ്ങളുടെ റോഡ് ഞങ്ങൾ ശരിയാക്കേണ്ടത് ജനങ്ങളോട് പറയും. അപ്പുറത്ത് ചെന്ന് കാറുടമകളോട് പറയും, നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാനാണ് ഞങ്ങൾ ഈ വികസനം കൊണ്ടുവന്നതെന്ന് പറയും. അവിടെ നിന്ന് മേടിക്കും, ഇവിടെ നിന്ന് മേടിക്കും. ആ വികസനമല്ല, ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുമ്പോഴാണ് വികസനം വരിക. ജനങ്ങൾക്ക് തൊഴിലുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. നമ്മുടെ നാട്ടിലത്തെ പുതിയ തലമുറയ്ക്ക് തൊഴിലുണ്ടാകുമ്പോഴാണ് വികസനം ഉണ്ടാവുക. അവൻ്റെ പട്ടിണി അകറ്റാൻ, അല്ലെങ്കിൽ അവൻ്റെ പൊതുജീവിതം നെയ്തെടുക്കാൻ, പ്രതീക്ഷകൾക്കൊത്ത് അവനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ചെയ്യണില്ല. സത്യത്തിൽ പണ്ട് കാലത്ത് ഇവിടുത്തെ DYFI പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മുദ്രാവാക്യമാണ് തൊഴിൽ തരൂ അല്ലെങ്കിൽ ജയിൽ തരൂ എന്ന്. അതിനവർ മനുഷ്യചങ്ങലയും തീർത്തിട്ടുണ്ട്, അതുപോലെ മനുഷ്യ മതിലും തീർത്തിട്ടുണ്ട്. തൊഴിൽ ചോദിച്ചിട്ടാണ് ഒരു കാലഘട്ടത്തിൽ ഒരു 90കൾ വരെ യുവാക്കൾ തെരുവിലിറങ്ങും. മനുഷ്യചങ്ങല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ തേടിയിട്ടുള്ള സമരങ്ങളായിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ തൊഴിൽ ചോദിക്കണില്ല. ആർക്കും തൊഴിൽ വേണ്ട. തൊഴിൽ തരൂന്ന് ആരും പറയണില്ല. അല്ല, സംസ്ഥാനത്ത് കേരളത്തിൻ്റെ അകത്ത് തൊഴിൽ കൊടുക്കാനായിട്ട് ഒന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി. യുവജന നേതാക്കന്മാർക്ക് കേരളത്തിൽ തൊഴിൽ കൊടുക്കാൻ സാധ്യമില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ കേരളത്തിലെ തൊഴിൽ സാധ്യത എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളത്? ലോട്ടറി കച്ചവടമാണ്. ലോട്ടറി കൊണ്ടുപോയി നടന്നു വെക്കുക. അത് ലോട്ടറി വിൽക്കുന്നത് യുവാക്കളല്ല, ഈ അംഗപരിമിതരായ പാവങ്ങളും അതേപോലെ വൃദ്ധരായ മനുഷ്യരാണ് കൊണ്ടുപോയി വിൽക്കുന്നത്. അവർ മരിച്ച് കിടക്കുമ്പോഴും കയ്യിൽ ലോട്ടറി പിടിച്ച് വലിച്ചാൽ പോരെ പോയില്ല, കയ്യിൽ അത്രയും ഒട്ടിയിരിക്കുന്നുണ്ടാവും കേരള ലോട്ടറി. അത് അവർ ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ലോട്ടറി വെക്കുന്നത്. ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാണ്ട് ഇങ്ങനെ നിരന്തരം മാറിയപ്പോഴാണ് ഇവിടുത്തെ ഷോപ്പ് മുതലാളിമാർ പെട്ടെന്ന് കോടീശ്വരന്മാരായി. നമ്മുടെ കാർഷിക വൃത്തി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമുക്ക് കാർഷിക മേഖല ഇല്ല ഇപ്പോൾ കേരളത്തിൽ. നമ്മളിപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ മേടിച്ച് കഴിക്കുന്ന ഒരവസ്ഥയായി മാറി. അങ്ങനെ നമ്മൾക്ക് സ്വന്തമായ കാർഷിക വൃത്തി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മുടെ കയ്യിൽ കൈ കൊണ്ടുള്ള അധ്വാനം ഉണ്ടായിരുന്നു, അതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആദ്യകാലത്തൊക്കെ നമ്മൾ മനുഷ്യ അധ്വാനം കൊണ്ട് പലതും ഉണ്ടാക്കി കിടന്നു. കയ്യിലുകൾ അതേപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇല്ല, ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ LDF ഉണ്ട്, BJP ഉണ്ട്, UDF ഉണ്ട്. അല്ല, ഇതിൽ BJP കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ വന്നെല്ലാം ശരിയാക്കുന്നു. BJP കൊണ്ടുവന്ന് ശരിയാക്കാൻ പറ്റാവുന്ന സിസ്റ്റം അല്ലല്ലോ നമ്മുടെ ഈ വ്യവസായങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ഥലം വേണം, അതിന് ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വേണം, അതിന് പക്കമായിട്ടുള്ള ഒരു സൊസൈറ്റി വേണം. അങ്ങനെയല്ലല്ലോ. അപ്പോൾ BJPക്ക് സാധ്യമല്ല, BJPക്കും UDFനും സാധ്യമല്ല നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഇവർ വികസനം കൊണ്ടുവരാമെന്ന് പറയണത് നമ്മളെ രക്ഷിക്കാവുന്ന വ്യവസായങ്ങൾ കൊണ്ടുവരണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും അതേപോലെ തന്നെ വളരെ നവീകരണം സംബന്ധിച്ചുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ഫാക്ടറികൾ
നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാവുന്ന അവസ്ഥയിലേക്ക് ഉള്ള മാനസികാവസ്ഥ നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ തൊഴിലാളി നിയമങ്ങളും നമ്മുടെ തൊഴിലാളി അവകാശങ്ങളും നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളും അങ്ങനെയല്ല. നമ്മൾ ഒരു വ്യവസായം ഉള്ള വ്യവസായങ്ങൾ ഈ കേരളത്തിൽ നിന്ന് മാലപ്പടക്കത്തിന് തീ വെച്ച പോലെ പോയില്ല. എന്താ കാരണം അത് കാരണം നമ്മൾ ചോദിക്കേണ്ടത് ആരോടെന്ന് അറിയും. ഈ നാട്ടിലത്തെ കണ്ടമാനം വ്യവസായങ്ങൾ കേരളം വിട്ട് പോയത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടത് ഈ വോട്ട് ചോദിച്ച് വരുന്ന വ്യക്തിയില്ലേ, അവനോട് ചോദിക്കണം. ഈ നാട്ടിലത്തെ വ്യവസായങ്ങൾ എങ്ങടാ പോയത്? ഈ ഒല്ലൂർ മേഖലയിലൊക്കെ കണ്ടമാനം വോട്ട് കമ്പനികളുണ്ടായിരുന്നു, അതുപോലെ ഈ മില്ലുകളുണ്ടായിരുന്നു. അതൊക്കെ ഈ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് പോയി. അതൊക്കെ മുളച്ചത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടേ. അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന പല സംഗതികളുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഇടവരുത്തിയത് ആരാന്നറിയോ? ഈ വോട്ട് ചോദിച്ച് വരുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഈ വികസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളില്ലേ, അവർ തന്നെയാണ് ഇവിടുത്തെ വ്യവസായങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പിച്ചോണം. പിന്നെ ഇവരെ ഏത് വ്യവസായം കൊണ്ടുവരാമെന്നാണ് ജനങ്ങളോട് പറയണേ.